തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ കൂടുതൽ പേരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടതായി വെളിപ്പെടുത്തൽ. പോലീസിന് പുറമെ ആശുപത്രി സെല്ലിൽ സന്ദർശിച്ച മാനസിക വിദഗ്ധരോടാണ് അഫാൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അഫാന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോലീസ് സെല്ലിൽ കഴിയുന്ന പ്രതിയെ ജയിലിലേക്ക് മാറ്റും. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നതിനിടെയാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ പ്രതി അഫാൻ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ബന്ധുക്കളായ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി അഫാന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അടുത്ത ബന്ധുക്കളായ തട്ടത്തുമല സ്വദേശികളായ അമ്മയെയും മകളെയും കൊലപ്പെടുത്താനായിരുന്നു അഫാന്റെ നീക്കം. പോലീസ് സെല്ലിൽ കഴിയവേ തന്നെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധരോടും അഫാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകങ്ങൾ നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് 5 ലക്ഷം രൂപ ഈ കുടുംബത്തോട് ചോദിച്ചിരുന്നെങ്കിലും പണം നൽകാതിരുന്നത് പകയ്ക്ക് കാരണമായി. കുടുംബത്തെ സഹായിക്കാത്ത അമ്മാവനോടും പക തോന്നിയെന്നും അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ പ്രായക്കുറവ് മനസ്സിലേക്ക് വന്നതിനാൽ കൊല്ലാനുള്ളവരുടെ ലിസ്റ്റിൽപ്പെടുത്തിയില്ലെന്നും അഫാൻ പറഞ്ഞു. ഇതിനിടെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായത് ചിട്ടിയും വായ്പയിലൂടെയാണെന്നും ഇക്കാര്യം അഫാനും മാതാവും പിതാവ് അബ്ദുൾ റഹീമിനെ അറിയിച്ചിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തി. അതേസമയം നിലവിലെ പരിശോധനാ റിപ്പോർട്ടുകളിൽ അഫാൻ രാസലഹരികളൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു. അഫാനെ ഉടൻ പോലീസ് ജയിലിലേക്ക് മാറ്റും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്ന റിപ്പോർട്ട് ഡോക്ടർമാർ നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.